പ്രിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തത്. അപ്പം അങ്ങനെ സ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമുണ്ടായി. ഇതേപോലത്തെ നല്ലൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും നിങ്ങളെ കണ്ടോ പടം? അതെ, പാൽത്തുവിന് ശേഷം എനിക്ക് നല്ലൊരു റോൾ ഇപ്പം വന്നതും എനിക്ക് സന്തോഷമുണ്ട്. കൂടുതൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല. നിങ്ങൾ സുരാജേട്ടൻ്റെ എനിക്ക് ബിജുചേട്ടനും സുരാജേട്ടനായിട്ട് കുറച്ച് സീനേ ഉള്ളായിരുന്നു. പക്ഷെ കൂടുതലും ലിജോ മോളുമായിട്ടുള്ള സീനായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പക്ഷേ ആ ചെറിയ സമയത്താണെങ്കിലും ബിജുചേട്ടനും സുരാജേട്ടനൊക്കെ വെച്ചാൽ നമ്മൾ ആർട്ടിസ്റ്റുകളെ നമ്മുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് അത്രയും സീനിയർ ആണെന്നുള്ള നമുക്ക് പേടിയായിരുന്നു ആദ്യം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നമ്മുടെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. എവ്രിബഡി, എല്ലാവരുടെയും ഒരു ആ ഹാർഡ് വർക്കിൻ്റെ ഫലമാണ് ഈ സിനിമ. എല്ലാവരും കാണുക. കണ്ടിറങ്ങിയപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം ഇത് കാണേണ്ട സംഭവം തന്നെയാണ്. തിയേറ്ററിൽ പോയി തന്നെ എല്ലാവരും കാണണം. നമ്മൾ കുറച്ച് ഇൻഫർമേഷൻ തരുന്നുണ്ട്. എൻ്റർടൈനിങ് ആണ്. അതിനൊരു സദാചാരത്തിൻ്റെ അല്ല, ഒരുപാട് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ ആയിട്ട് നമുക്കുള്ള കുറച്ച് നോളജ് തരുന്നുണ്ട്. അതുകൂടാതെ പിന്നെ ഇത് കുറച്ച് എൻ്റർടൈനിങ് ഉണ്ട്, തമാശയൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എൻ്റർടൈനിങ് ആണ്. മൊത്തത്തിൽ സെറ്റിലാണെങ്കിലും ഞങ്ങളൊരു ഫാമിലി പോലെ ആയിരുന്നു. ഞങ്ങൾ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഉണ്ടായിരുന്നു. ശരിക്കും നല്ലൊരു ക്രൂ ആയിരുന്നു. കാരണം ഞങ്ങൾ ആ ലൊക്കേഷനിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം ഗേൾസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ സുരാജേട്ടനാണെങ്കിലും ബിഷേട്ടനാണെങ്കിലും ഒരു ഫാമിലി പോലെ ആയി ലാസ്റ്റ് വരെ ലൊക്കേഷൻ. അപ്പം ഒരുപാട് സന്തോഷം. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. താങ്ക് യു. പടം ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടല്ലോ. സംഭവം ബിജുമേനോൻ കിടക്കിയിട്ടുണ്ട്, സുരാജേട്ടനും പൊളിച്ചു. എങ്ങനെയുണ്ട്? നിങ്ങൾ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? അപ്പൊ കാണാത്തവർ കാണണം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അത് നമ്മുടെ സംഭവം തന്നെയാണ്, കണ്ടിരിക്കേണ്ടതുമാണ് കേട്ടോ. ബിജുമേനോനും സുരാജേട്ടനും പോയതെല്ലാം നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നല്ല പടം കേട്ടോ, ഫാമിലിയായിട്ട് കണ്ടിരിക്കേണ്ട പടം. അടിപൊളിയായിരുന്നു, കണ്ടിരിക്കേണ്ട സംഭവം തന്നെയാണ്. അടിപൊളി. നിങ്ങളൊരു ഗ്യാങ് ഓഫ് ഗേൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കൂടി ശരിക്കും ഒരു എൻജോയ് ചെയ്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത്. മൊത്തത്തിൽ സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ബിഷേട്ടനാണെങ്കിലും ഞങ്ങൾക്ക് ഹെൽപ്പൊക്കെ ചെയ്തു, ഒരുപാട് പറഞ്ഞൊക്കെ തന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താങ്ക് യു. നമ്മുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും ആഗ്രഹമൊക്കെ അല്ലേ. അപ്പോൾ ഓഡിഷൻ വഴിയാണ് കിട്ടിയത്. എനിക്ക് എന്തായാലും കുറച്ച് സീനാണെങ്കിലും അത് അത്യാവശ്യം നന്നായി ചെയ്തെന്ന് വിചാരിക്കണം. ചെയ്തെന്ന് വിചാരിക്കണം. അപ്പോൾ സന്തോഷം. സംഭവമാവില്ലേ? കണ്ടിട്ട് എന്താ തോന്നണേ? സംഭവമല്ല, നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയല്ലേ. അപ്പം അത് എനിക്ക് സംഭവമായിട്ട് തോന്നിട്ടോ. എനിക്ക് ഭയങ്കര വലിയ സംഭവമായിട്ട് തോന്നി. എല്ലാവർക്കും കാണാം. അത് എന്ന് വെച്ചാൽ നമുക്കിത് ചെറിയ ആ ഒരു സംഭവം നല്ല ഒതുക്കത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് കൈവിട്ട് പോയിട്ടില്ല. അപ്പോൾ ആർക്കും കാണാം. എന്ന് വെച്ചാൽ ഏത് ഏജുകാർക്ക് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ഏജ് റെസ്ട്രിക്റ്റഡ് അല്ല. നമുക്ക് എല്ലാവർക്കും കാണാം. നല്ലൊരു മെസ്സേജാണ്. ഇങ്ങനത്തെ ഒരു മെസ്സേജ് നല്ല ഒതുക്കത്തോട് കൂടിയിട്ട് ഡയറക്ടർ കൺവേ ചെയ്തിട്ടുണ്ട്. അതിന് അടിപൊളി കോമഡി ഒരു ഇതിൽ കാണാം. അത് എനിക്ക് ഫസ്റ്റ് ഹാഫില് ഇപ്പൊ അതിന്റെ ഇന്റർവെൽ പഞ്ചൊക്കെ വന്നപ്പോഴില്ല ഒരു അയ്യപ്പൻ കോശി വൈബ് കിട്ടിയായിരുന്നു ചെറുതായിട്ട്. പക്ഷെ അയ്യപ്പൻ കോശി ആ ഒരു മോഡലല്ല ഇത്. റിവെഞ്ച് എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും കൊള്ളാം. കോമഡി പടമാണ്. സംഭവം നോക്കിയാൽ അത് ഒരു കോമഡി ലെവലിൽ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന പടമാണ്. അത്രേ ഉള്ളൂ. കൊള്ളാം. നല്ല മൂവിയാണ്, നല്ല എന്റർടൈൻമെന്റ് മൂവിയാണ്. സമയം പോകുന്ന അറിയുന്നില്ല. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല പാർട്ട് 2 നല്ല രസമായിരുന്നു. ഒരു സദാചാര നാറികൾക്കെതിരെയുള്ള ഒരു പടമാണ്. അപ്പൊ ആ രീതിയിലാണ് കണ്ടിരിക്കാം. പിന്നെ ഒരു അസ്യൂഷ്വൽ ബിജുമേനോൻ സുരാജ് വെഞ്ഞാറോ കോമ്പിനേഷൻ തന്നെയാണത്. ഞാനല്ലേ സദാചാര ടൈപ്പ് ഐറ്റം ആണത്. അപ്പൊ അത് കണ്ടു തന്നെ അറിയണം. കുഴപ്പമില്ല, കൊള്ളാം.